ഹലോ, ഇന്ന് നമ്മൾ തികച്ചും വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. മഞ്ഞളില അപ്പം. നമ്മൾ അട സാധാരണ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയായിരിക്കും. അത് മഞ്ഞളിലയിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുക നോക്കാം. മഞ്ഞൾ നമ്മുടെ സാധാരണ എല്ലാവരുടെ മിക്ക വീടുകളിലും പറമ്പിലുണ്ടാവുന്നൊരു സംഭവമാണ് മഞ്ഞൾ. ആ ഇലയിൽ ഒരു അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും നല്ല ടേസ്റ്റിയാണ്, നല്ല വെറൈറ്റിയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു സ്മെല്ലാണ് ഏറ്റവും പ്രത്യേകത. സാധാരണ നമ്മൾ അടയുണ്ടാക്കുക വാഴയിലയിലൊക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണം. മഞ്ഞൾ എല്ലാം ഞാൻ പറിച്ചിട്ട് പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടച്ചെടുക്കണം. മഞ്ഞളെല്ലാം എല്ലാവർക്കും അറിയണത് തന്നെയായിരിക്കും. മിക്ക പറമ്പുകളിലും ഉണ്ടാവുന്നതാണ്. ഒരു മരുന്ന് കൂടിയാണല്ലോ അത്. അപ്പോൾ ഞാൻ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 കപ്പ് പൊടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാ പത്തിരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. തിളച്ച വെള്ളം അടുപ്പത്തു നിന്ന് നേരെ എടുത്തിട്ടങ്ങ് ഒഴിക്കുകയാണ്. ഇളം ചൂടൊന്നും പോരാ, നല്ല തിളച്ച വെള്ളം തന്നെ വേണം. അതിട്ടിട്ട് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയിട്ട് വേണം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാഴയിലയിലൊന്നും അപ്പം ഉണ്ടാക്കൂല. ശരിക്കും മഞ്ഞളിലേൻ്റെ ഒരു ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റാണത്. ശരിക്കും നല്ലൊരു സ്മെല്ലാണ് തുറക്കുമ്പോൾ തന്നെ. തിളച്ച വെള്ളത്തിൽ തന്നെ ആവണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് സമയം ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരയും ഇതൊക്കെ ഫില്ലിങ് ഉണ്ടാക്കാം. ശർക്കര ഉരുക്കിയിട്ട് അതിൻ്റെ കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് അടുപ്പ് വെച്ച് തിളപ്പിക്കുകയാണ്. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര ആദ്യം ഉരുക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഉരുക്കിയാൽ മതി. അപ്പോൾ കല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിൽ ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചത്. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 കപ്പ് തേങ്ങയും 2 ശർക്കരയും. ആ അളവ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഫില്ലിങ് അപ്പോൾ കറക്റ്റാണ്. 1 കപ്പ് അരി, 1 കപ്പ് തേങ്ങ, അങ്ങനെ കറക്റ്റാണ്. ഇനി ഇതിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഏലക്കായുടെ പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഒന്നും ഏലക്കായോ അല്ലെങ്കിൽ ജീരകമോ ഒന്നും ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ശർക്കരയൊക്കെ ഈ തേങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ തേങ്ങയും ശർക്കരയും വേറെ വേറെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്. കുറച്ച് സമയം 2 മിനിറ്റ് ഇളക്കുമ്പോഴേ ഓക്കെ ആവും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന മാവ് തുറന്നു. ഇനി കുഴച്ചെടുക്കണം. നമ്മളിങ്ങനെ അടച്ച് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് ഒന്ന് വേവണം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് പൊടി വേവിച്ചെടുക്കും. ഇതിപ്പോൾ അങ്ങനെ ചെയ്യണില്ലല്ലോ. നമ്മൾ തിളച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയല്ലേ ചെയ്തത് പൊടിയിലേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ പൊടിയൊന്ന് വെന്തോളം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോൾസാക്കണം. ഒരേ വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കുക. നമുക്കത് നീളത്തിലാണ് പരത്തേണ്ടത്. ഇപ്പോൾ വാഴയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ വട്ടത്തിലാണ് പരത്തുക. ഇതിപ്പോൾ മഞ്ഞളിൻ്റെ ഇല അങ്ങനെ നീളത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 എണ്ണമൊക്കെയാണ് ഉണ്ടാവുക. 1 കപ്പ് പൊടി എടുത്താൽ 8 അല്ലെങ്കിൽ 7. എനിക്കിപ്പോൾ ഇവിടെ 7 എണ്ണമാണ് ഉണ്ടായിട്ടുള്ളത്. മഞ്ഞളിലേന് നല്ല വീതിയുള്ള മഞ്ഞളിലൊക്കെ കിട്ടും. ഇവിടെ ഇപ്പോൾ ചെറുതാണുള്ളത്. ഞാനിപ്പോൾ ഇതങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. മഞ്ഞളിൻ്റെ ഇല തന്നെ ശരിക്കും നല്ല മണ്ണിലൊക്കെ വളർത്തുന്ന, നമ്മൾ നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഞ്ഞളിൻ്റെ ഇല നല്ല വീതിയിലൊക്കെ വളരും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടി മാവ് വേണ്ടി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ അത്ര തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ പൊട്ടി മുളച്ചുണ്ടായ മഞ്ഞളാണ്. അപ്പോൾ അത്ര വലിയ ഇലയൊന്നും കിട്ടിയില്ല, ചെറിയ ഇലയാണ് കിട്ടിയത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല നമ്മൾ എടുക്കുമ്പോൾ ഏത് ഇലയായാലും മഴക്കാലമാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി 2 സൈഡും അകംഭാഗം പുറം ഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഈ ഫില്ലിങ്ങും നമ്മൾ നീളത്തിലാണ് പരത്തിയിട്ടുള്ളത്. അപ്പോൾ ഫില്ലിങ്ങും നമ്മൾ നല്ല നീളത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. നടുക്ക് മാത്രം വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് പോരാ, നീളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മടക്കി നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം.
ഫില്ലിംഗ് ഒക്കെ എത്ര വെക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ അരികു നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. കാരണം ഒട്ടും വീതിയില്ലാത്തൊരു സംഭവമാണിത്. നമ്മൾ ഓലയിൽ പലഹാരം ഉണ്ടാക്കിയില്ലേ, അങ്ങനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഓലയിലൊരു അട ഉണ്ടാക്കിയത്. അതുപോലെ അത്രയും വീതി കുറഞ്ഞതാണ്. 2 സൈഡും ഇതുപോലെ മടക്കി വെക്കണം. കാരണം നമ്മൾ സ്റ്റീമറിൽ വെക്കുമ്പോൾ ഈ 2 അറ്റവും അതിൻ്റെ അകത്തേക്ക് തന്നെ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ ഇടയ്ക്കൊന്ന് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പരത്താനും സുഖമാണ്. വാഴയിലയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് പ്രസ്സിൽ, നമ്മൾ പത്തിരി പ്രസ്സിൽ വെച്ച് അമർത്തിയിട്ട് വാഴയിലയിൽ വെക്കുക ചെയ്യുക. ഇതിപ്പം പത്തിരി പ്രസ്സിൽ വെക്കാൻ പറ്റില്ല. കാരണം വാഴയില ആകുമ്പോൾ അത് വട്ടത്തിലല്ലേ പരത്തുക. ഇതിപ്പോൾ മഞ്ഞളില നീളത്തിലല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രസ്സിൽ പരത്താൻ പറ്റില്ല. കഴിയുന്നതും കനം കുറച്ച് പരത്തുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 അറ്റം മടക്കി വെക്കണം. സാധാരണ ഞാൻ ഇഡ്ഡലി കുക്കറിലാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഇഡ്ഡലി കുക്കറിൽ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഇത്രയും നീളമുള്ളത് കാരണം ഇഡ്ഡലി കുക്കർ ഇത്രയും തന്നെ വട്ടം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി കുക്കറിൽ വെക്കാൻ പറ്റുമോ ഞാൻ നോക്കി, പക്ഷേ പറ്റണില്ല. അപ്പം ഞാൻ വേറൊരു ഓട്ടയുള്ള പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് അത്രയും തന്നെ ധാരാളം മതിയാവും. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മെല്ലാണ്. മഞ്ഞളിൻ്റെ ഇല തിളപ്പിച്ചിട്ടുള്ള ആ ഒരു സ്മെല്ല് ആണ് ഏറ്റവും ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അതാണ്. അത് വരുമ്പോഴേ നമുക്ക് അട കഴിക്കാനേ തോന്നുള്ളൂ. ഒരു തവണ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മൾ വാഴയിലയോ അല്ലെങ്കിൽ വേറെ ഒരു ഇലയും എടുക്കൂല. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഫില്ലിങ്ങും അതിൻ്റെ ആ ഒരു പ്രത്യേകതയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. നല്ല ടേസ്റ്റിയാണ്. സാധാരണ അടയിനേക്കാളും എന്തുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ അട പോലെ അല്ല ഒരിക്കലും. ഈ സ്മെല്ലൊരു പ്രത്യേകത തന്നെയാണ്. ഞാനൊന്ന് ഓപ്പൺ ചെയ്യണ കാണിച്ചു തരാം. ശർക്കരയും തേങ്ങയൊക്കെ അതിലങ്ങ് പിടിച്ചിട്ട് ശരിക്കും നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒരുപാട് വെറൈറ്റി വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്